പ്രിയപ്പെട്ടവർ, പുഴകൾ ഒഴുകുന്ന വഴിയിൽ അതിൻ്റെ കരകളിലാണ് പല സാംസ്കാരികതയും ജനിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് കലയെന്ന പുഴ ഒഴുകുന്ന വഴിയിലാണ് സംസ്കാരവും അഭിവൃദ്ധിപ്പെടുന്നത്. ശരിക്കു പറഞ്ഞാൽ ഇത് ഒരു വലിയ പുഴയും ഒരു കൈത്തോടും കൂടി കൈകോർത്ത അവസ്ഥയാണ് ഈ ഒരു പ്രോജക്റ്റ്. ഞങ്ങൾ 2 വർഷത്തിന് മുമ്പ് തന്നെ കലാലയ എന്ന് പറയുന്ന ഒരു ചെറിയ കൺസെപ്റ്റ്, അതായത് ഞങ്ങളുടെ എൻ്റെ ഗ്രാമത്തിൽ നിന്ന് തുടങ്ങിയതാണ്. അവിടുത്തെ കുട്ടികളെ എല്ലാം കലയിലേക്ക് പിടിച്ചു കയറ്റുക. ഞങ്ങളുടെ വിഷൻ എന്ന് വെച്ചാൽ 5 വർഷം കൊണ്ട് കലാഭവൻ്റെ ഒരു ലെവലിലേക്ക് ആ ഗ്രാമത്തിനെ കൊണ്ട് എത്തിക്കുക. കലയുടെ എല്ലാ സിസ്റ്റവും അവരെ കറക്റ്റ് ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ട് എത്തിക്കുന്ന രീതിയിൽ ഇനി ഏതെങ്കിലും മറ്റു തൊഴിലിലേക്ക് പോയാലും അവർക്ക് ആ തൊഴിൽ ചെയ്യുമ്പോൾ തന്നെ ആ കല നഷ്ടപ്പെടാതെ നോക്കുക. നമ്മുടെ കേരള യൂത്ത് ഫെസ്റ്റിവൽസിലെ വിജയികളെയും അതിൽ പങ്കെടുക്കുന്നവരെയെല്ലാം പിന്നീട് മറന്നു പോകാതെ അവർക്ക് തൊഴിലവസരങ്ങളും ഇനി അവർ ഡോക്ടേഴ്സോ എഞ്ചിനീയേഴ്സോ ആരായാലും അവർ പരിശീലിച്ചത് നഷ്ടപ്പെടാതെ നോക്കുക. ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ വിഷൻ. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഈ ഒരു കോള് വരുന്നതും ഞാൻ നോക്കിയപ്പോൾ ഒരു വലിയ പുഴയിലേക്ക് ഞങ്ങൾ ചെറിയ രീതിയിൽ തുടങ്ങിയ സ്ട്രീമിന് പോയി ജോയിൻ ചെയ്യാവുന്ന ഒരു അവസ്ഥയാണ്. ഉടൻ പറഞ്ഞു ഇത് തന്നെയാണ് കാര്യം. കലാനിലയം എന്ന് പറയുന്നൊരു ബ്രാൻഡും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഈ വിഷൻ എവിടെയോ എത്തും. ഞങ്ങളുടെ ഗ്രാമത്തിൽ തുടങ്ങുന്ന സാധനം ഇന്ത്യ മുഴുവൻ വളർന്ന് പന്തലിക്കാവുന്ന ഒരു അവസ്ഥയാണ്. കലാനിലയത്തിൽ കലാലയം ലയിക്കുകയാണ് ആക്ച്വലി. ആ ഒരു വലിയ പുഴയിലേക്ക് ഞങ്ങളുടെ ചെറിയ പുഴയെന്ന് പറയാൻ പറ്റത്തില്ല, അതൊരു തോട് മാത്രമായിരുന്നു, അത് ജോയിൻ ചെയ്യുന്നു. പക്ഷേ ഞങ്ങൾക്കൊരു ലക്ഷ്യമേ ഉള്ളൂ, അത് ആ സമുദ്രമാണ്. ആ സമുദ്രത്തിലേക്കുള്ള യാത്രയിൽ നിങ്ങളെല്ലാവരും ഒപ്പം ചേരുക. കാര്യം കല നമ്മളുടെ എല്ലാം ഉള്ളിലുണ്ട്. കലയും സാഹിത്യവും എല്ലാം കൂടെ ചേർന്നതാണ് ഒരു നാടകവേദി എന്ന് പറഞ്ഞ സിനിമയിലേക്കുള്ള അവസാന ചവിട്ടുപടിയാണ്. അതിൽ കലാനിലയത്തിൻ്റെ സ്ഥാനം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കേരളത്തിൻ്റെ സ്വത്താണ്. ഇത് ഏതെങ്കിലും ഒരു കമ്പനിയൊന്നുമല്ല, ഇത് കേരളത്തിൻ്റെ സ്വന്തമെന്ന് നമുക്ക് അഭിമാനിക്കാവുന്ന ഈ പ്രസ്ഥാനത്തെ ഇന്ത്യയുടെ സ്വന്തമെന്ന് നമുക്ക് വരുത്തി ലോകം മുഴുവൻ എത്തിക്കുവാൻ അതിനുള്ള പ്രോജക്റ്റാണ്. നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം, അത് എൻജോയ് ചെയ്യാം. നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ആശയങ്ങളും കൊണ്ടുവരിക, തീർച്ചയായിട്ടും സ്വീകരിക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.